ഞാൻ ഡൊമിറ്റോ പെട്രോസയാണ് പീടിന്ന്. യെസ് സാർ, യെസ് സാർ. പോടാ, ആ കുപ്പനൊന്നും വേണ്ട സാർ. യെസ് സാർ, യെസ് സാർ. ഓക്കെ സാർ. റെഡ് ലോറി യെല്ലോ ലോറി, റെഡ് ലോറി യെല്ലോ ലോറി, റെഡ് ലോറി യെല്ലോ ലോറി, റെഡ് ലോറി യെല്ലോ റോളി. ആന അലറോല, ആന അലറലോടലൽ, ആന അലറോടലൽ. This fake allegation. No, he my father. Fake. Announce. He no my father. ഹലോ. മുച്ചിരി, ഞാൻ ഡൊമിറ്റോ പെട്രോസയാണ് പീടിന്ന്. യെസ് സാർ. സാർ, ഞാൻ വിളിച്ചത് സാറിന് DNA ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. സാറേ, സാർ അതെങ്ങനെങ്കിലും ഒഴിവാക്കോ സാറേ. ഇത് ഫേക്കാ സാറേ, ഫേക്ക് അലിഗേഷനാ. എന്റെ ഉപ്പ പണ്ടലേ മരിച്ചിട്ട് പോയത്. ഓക്കെ. എന്നിട്ട് ഇപ്പൊ സാറിന് ആരാണ് ഇപ്പൊ ഇത് സാറിന്റെ തന്ത എന്ന് പറഞ്ഞ് സാറിന് വിളിച്ചത്? ദിക്കിന് ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്പോണായിട്ട് വീണ്. പിന്നെ എന്തോ ഫേക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുന്നു. February 2 എന്റെ ബർത്ത്ഡേ. എന്നിട്ട് ഇതെന്താ ഇത് October 22 എന്റെ ബർത്ത്ഡേ പറയുന്നത്. ഇത് ഫേക്ക് അലിഗേഷനാണ് സാർ. സാർ, അപ്പൊ മുച്ചിരി ഒരു കാര്യം ചെയ്യും, പീടിയില് സൗകര്യം ഉള്ളപ്പോ വന്നിട്ടേ ഒരു കംപ്ലൈന്റ് എഴുതി തരോ? വന്നല്ല, വന്ന്. ഓക്കെ, ഞാൻ സ്റ്റേഷനിലുണ്ട്. ഇതെങ്ങനെ ഒഴിവാക്കണം മോനെ, ഇത് തലേ കേസാ. പിന്നെ ഇയാളെ ഉപ്പാന്ന് വിളിക്കേണ്ടി വരും. മന്ദാരത്തിന് വിളിച്ചിട്ടില്ല ഞാൻ. അയ്യോ, ചാക്ക അവിടെ, ചാക്കൊക്കെ നിർത്തി ബ്രോ. ഇപ്പൊ പീടി ഈടാണല്ലേ. കിട്ടുകയല്ല, പോറാ. ആ കുപ്പനൊന്നും വേണ്ട. കുറച്ച് മാസാ വരുന്ന സാറേ. പവർ ബാങ്ക് ഇല്ലടാ. നോക്കട്ടെ. കുറച്ചു ഒരു ഫ്ലിക്കർ റോബറി ഇല്ലായിരുന്നോ? അതിലെ കള്ളന്റെ പേര് കോമസ് ജൂക്സ് എന്നാ. കോമസ് എന്താ വേണ്ട പാവങ്ങളെ എന്തിനാ വെറുതെ. കുഴപ്പമില്ല, എന്നാ ഓർക്ക് പൈസ ആക്കണ്ടാ. നീ കൊറേ പൈസ ആക്കുന്നില്ലേ? അങ്ങനെ ഓർക്കും പൈസ ആക്കണ്ടേ? നീ ഇപ്പൊ പലഹാരപ്പട്ടം ബസ് സ്റ്റാൻഡിന്റെ അടിയിൽ പോകുന്നില്ല ഇങ്ങനെ ഡ്രസ് അയച്ചിട്ട്? അങ്ങനെ തന്നെ ഓർക്കും പൈസ ആക്കണ്ടേ സാർ? യെസ് സാർ, യെസ് സാർ. ഓക്കെ സാർ. സാർ വന്ന് നമുക്ക് ഇവിടെ റൂമിലിരുന്ന് സംസാരിക്കാം. ഇത്തരം കാര്യങ്ങൾ പുറത്ത് പബ്ലിക് ആരെങ്കിലും. അത് ശരിയാ സാർ, റൂമിലിരുന്ന് തന്നെ സംസാരിക്കാം നമുക്ക്. ഇത് റൂമല്ലല്ലോ, ഇത് ഓഫീസല്ലേ. റൂമിൽ പോവാ. ആ റൂമല്ല സാർ, ഇത് നമുക്ക് ഓരോ ഇതുണ്ടല്ലോ സാർ. ഓക്കെ സാർ. സാർ, അപ്പോ ആരാണ് സാറിനെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? സാർ, എന്നെ ശല്യം ചെയ്യുന്ന ആ പേര് പോലും നമുക്ക് അറിയില്ല. പേരറിയില്ല. ആള് എവിടെ വെച്ചാണ് കണ്ടത്? ഞാന് കുറച്ച് ദിവസം സിറ്റി ലോകത്തങ്ങ് ഇല്ലാനി. പുറത്ത് ബിസിനസ് അല്ലല്ലോ. ബിസിനസ് ആവശ്യത്തിന് പോയതാ. ബിസിനസ് ഫ്യൂച്ചറിൽ തുടങ്ങാൻ വേണ്ടി അല്ലേ, പഠിക്കാൻ പോയിട്ട് ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനാണ്. എന്നിട്ട് ബിസിനസ് പഠിക്കാൻ പോയപ്പം ഇയാൾ അങ്ങ് ഈടെ നാട്ടിൽ വന്നിട്ട് എൻ്റെ മോനെ കണ്ടിനാന്ന് പറഞ്ഞിട്ട് മുച്ചിരി ബ്രേസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഫേക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൊടുഞ്ഞിന്. എൻ്റെ ഉണ്ടതാ.
അതെനിക്കൊന്ന് വാട്സാപ്പിലൊന്ന് അയച്ചു തന്നാ. ഇപ്പൊ അയച്ചുതരാം സാറേ. ഇതെന്താ ഇത്? നമുക്ക് ജീവിക്കണ്ടേ ഈ ലോകത്ത്? അൺകംഫർട്ടബിൾ ആയിട്ട് ജീവിച്ചാൽ എങ്ങനെയായത്? സ്വാതന്ത്ര്യം വേണം. ഗാന്ധിജി സ്വാതന്ത്ര്യം എടുത്തതിന് വെറുതെ അല്ലല്ലോ. സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തണമല്ലോ. അതന്നെ, നമുക്ക് ജീവിക്കണ്ടേ സാറേ? ഇല്ല, ഫേക്ക് തന്താൻ പിടിക്കാൻ പറ്റൂലല്ലോ നമുക്ക്. ഇതെങ്ങനെ ഫോട്ടോ ഇടാ? ഇങ്ങോട്ട് കോപ്പി വേണം. മനസ്സിലായി സാർ. മനസ്സിലായില്ല സാർ, ഒന്നുകൂടെ പറയൂ സാർ. ഓ മാക് താങ്ക് യു ഫോർ 40 rupees സൂപ്പർ ചാറ്റ്. റെഡ് ലോബി, യെല്ലോ ലോബി, മനസ്സിലായില്ല. ക്യാമറയുടെ ബട്ടൺ കണ്ടോ? ഒരു പ്ലസ് ബട്ടൺ കണ്ടു കഴിഞ്ഞാൽ ക്യാമറ. ഓക്കെ, ഇമേജ് ഫ്രം ഗാലറി. ഓക്കെ സാർ അയച്ചിട്ടുണ്ട് സാർ. ഞാൻ അയച്ചോ? അയച്ചിട്ടുണ്ട് സാർ. നോക്ക് സാർ, ഫേക്ക് അലിഗേഷൻ. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊന്നല്ല. ഫെബ്രുവരി 2, 2008 ഞാൻ 17 വയസ്സ് സിറ്റി പറയുന്നത് കേട്ടിട്ട് ആളങ്ങ് 2008 എത്തിയിട്ട് വന്നു കേട്ടാ. കള്ളേ, പഠിച്ച കള്ളനാ സാറേ. മെഡിക്കൽ ഓഫീസറും വെറുതെ പുറത്ത് കള്ളം മെറ്റടിച്ച വന്ന് ഡ്യൂട്ടിയും. കലന്തൻ ഹാജി ആൻഡ് റെഡ് ലോറി യെല്ലോ ലോറി, 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 റെഡ് ലോറി യെല്ലോ റോളി, റെഡ് ലോറി യെല്ലോ റോളി, റെഡ് ലോറി യെല്ലോ ലോറി, റെഡ് റോളി അതൊന്നും കിട്ടുന്നില്ല. സർട്ടിഫിക്കറ്റ് that Muchiri was born to Kalandan Haji and Kaulat on the October ഇത്. ഓക്കെ, ഞാൻ മുച്ചിരിയുടെ നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇത് ഡീറ്റെയിൽ ഉണ്ട്, അതൊന്ന് നോക്കിക്കോട്ടെ. യെസ് സാർ. ഓക്കെ സാർ. ഫെബ്രുവരി 2028 ജനിച്ചത്. 2008. അതാണ് സാർ, അതാണ് കാര്യം. 2008 എന്റെ ലൈഫ്. അപ്പൊ ഞാൻ മുച്ചിരി ഒരു കംപ്ലൈന്റ് എനിക്ക് തന്നേര്, ഞാനത് നോട്ട് ചെയ്യാം. ഓക്കെ സാർ. യെസ് സാർ. ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നത് കേട്ടോ. முடியாது தம்பி. മോബിയെ വെൽക്കം ടു സ്ട്രീം. നോബിക്കോ വട്ടത്തിൽ നോബിക്കോ. സാരേ സാരേ സാബാരേ സാരേ വീട്ടിൽ കല്യാണം അയ്യോ പാവപ്പെട്ട്. സാരേ സാരേ സാറിന്റെ വീട്ടിലപ്പോ സാറേ കല്യാണം? കൊറേ ആയി സാറിന്റെ വീട്ടിൽ കല്യാണത്തിന് പോയിട്ട്. എന്റെ കല്യാണം ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. സാറേ പെണ്ണ് വേണ ഒരു കോൾ പറയണ്ടേ നമുക്ക്? നമ്മ സെറ്റാക്കി തരൂലേ? മാട്രിമോണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ സിറ്റിയില്. മാട്രിമോണി സാറിന് വേണം പറഞ്ഞാ മതി. മതവേദികൾ നമ്മെ നാമായി മാറ്റിയതാ, ഒരു മതവേദികളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ അത് ഈ കേസ് ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് അതിനെ പറ്റി സംസാരിക്കാം. യെസ് സാർ, സ്വസ്ഥമായിട്ട് സംസാരിക്കണം. ഞങ്ങൾക്ക് പിന്നെ ഈ പെണ്ണുങ്ങളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പെണ്ണുങ്ങളെ സൈഡ് പോലില്ല സാർ. സാർ പെണ്ണ് എന്തിനാ സാർ ജീവിക്കണമെങ്കിൽ? പെണ്ണ് വേണ്ട, പെണ്ണ് ആവശ്യമില്ല. ഈ പെണ്ണ് നിർബന്ധം. ആ ഒരു നിലപാടുള്ള താങ്കള് മാട്രിമോണി നടത്തുമ്പോൾ ഞാൻ മാട്രിമോണി നടത്തൂലേ, വേറെ ആൾക്കാരെ നടത്തുന്നേ.
സാറ് ഒരു ചാറ്റ് ഇട്ടാ മതി, നമ്മള് സെറ്റാക്കി തരില്ലേ സാറിന്. നല്ലൊരു തങ്കം പോലത്തെ പെണ്ണ് സാർ. സാറിനെ പോലത്തെ പീഡിയ മാറാൻ നമ്മക്ക് വേണ്ടത്. നേരത്തെ കണ്ട പീഡിയ എന്ത് കൊണ എന്നോട് കൊണിച്ചേ, ഞാനങ്ങ് പേടിച്ചു പോയി സാറേ. സാഹചര്യം വെച്ചിട്ട് നമ്മള് റോങ് സൈഡ് പോകുമ്പോ നമ്മളൊരു പക്ഷെ ഞാൻ റോങ് സൈഡ് അല്ലായിരുന്നല്ലോ. അല്ല, നമുക്കത് കറക്റ്റ് ആയിരുന്നു. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതന്നെ സാർ, അതാണ്. ഓക്കെ. അപ്പൊ സാറേ, ഞാൻ ഈ ചാർജ് ഷീറ്റ് എഴുതിക്കൊണ്ടിരിക്കുക, ഞാൻ വായിക്കാതെ സാറ് ശരിയാണോ എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് പറഞ്ഞാൽ മതി. ആര്? ഞാൻ സാറിന്റെ കേസ് ഇല്ലേ, ഞാനത് എഴുതുന്നുണ്ട്. അപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കാം, അതിനനുസരിച്ച് പറഞ്ഞാൽ മതി. സാറിന്റെ ഒറിജിനൽ ഫാദറിന്റെ പേര് ഓർമ്മയുണ്ടോ? ഇല്ല. ഇല്ല. സാറിന്റെ ഇപ്പോഴത്തെ ലീഗൽ ഗാർഡിയൻ ആയിട്ട് നിൽക്കുന്നവരാണ്? എന്താ മലയാളത്തിൽ പറയുന്ന ഇംഗ്ലീഷ് പറഞ്ഞ അങ്ങനെ ഇങ്ങനെ. അതായത് ഇപ്പോഴത്തെ സാറിനെ സംരക്ഷിക്കുന്ന ആരാണ്? മന്ദാരമേ ചെല്ല ചെല്ലാരമേ മന്ദാര മദാറൗച്ചിയാണ് എന്നെ ഇപ്പൊ പോറ്റുന്നത്. മദാര ഉച്ചിയ. ഉച്ചിയല്ല, ഉച്ചിഹ. ഉച്ചിഹ. യെസ് യെസ് സാർ. മദാര ഉച്ചിഹ 2008 ജനിച്ച മുച്ചിരിനെ DNA ടെസ്റ്റ് പാസ്സാക്കരുത്. അല്ല, ഒറിജിനൽ പാസ്സാക്കിയാലും സംഭവം പറഞ്ഞാൽ വേസ്റ്റ് ആവുമല്ലേ കാര്യങ്ങൾ. ഇല്ല, സമയം നമ്മൾക്ക് ബലപ്പെട്ടതല്ലേ. ഒരു ലോജിക്കും ഇല്ലാണ്ട് DNA ടെസ്റ്റ് ആകും. അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാവരും എന്നെ തന്തേന്ന് പറഞ്ഞാലേ DNA ടെസ്റ്റ് ആക്കണം. എന്തായത് ഒരാൾ ഇങ്ങനെ ചെയ്താൽ നാളെ എല്ലാവരും ഇങ്ങനെ ചെയ്യും സാർ. അതിനു വേണ്ടി നമ്മൾ ഗാന്ധിജി സ്വാതന്ത്ര്യം തന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടല്ലോ, നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ. അല്ല പിന്നെ മാസം എത്രാം തീയതിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്? 2-ാം തീയതി തന്നെയാണോ? അല്ല, 22. 22/10/2. ഈ വർഷം ഏതാന്ന് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്? 2008 തന്നെ. അത് ഞാൻ പറയുന്നത് കേട്ടിട്ട്, എല്ലാരോടും പറയുന്നത് കേട്ടിട്ട്. പിന്നെ ആള് നേരത്തെ എന്നോട് പറഞ്ഞത് നിന്നെ 17 വയസ്സ് വരെ ഇന്ന ഉമ്മ അല്ലേ പോറ്റിയെന്ന്. എൻ്റെ ഉമ്മാനെ ഞാൻ കണ്ടിട്ടില്ല സാറേ. അന്നെ മന്ദാരോ എത്ര 5-ാമത്തെ വയസ്സിലെന്തോ മറ്റേ ആ തീട്ടപ്പറമ്പ് പലവറ്റെന്ന് എടുത്തെന്നാ പറയുന്നത്. അള്ളാഹ്ക്കറിയാം, വെറുതെ പറയുന്നത് അറിയില്ല. കലന്തൻ ഹാജി ഫാദർ. കലന്തൻ ഹാജി എന്റെ ഫാദർ? ഡോക്യുമെന്റിനകത്ത് അങ്ങനെയാണ് കലന്തൻ. അത് അയാളെ ഫേക്കാ. പിന്നെ പേര്, അമ്മയുടെ പേര് അതിനകത്ത് എഴുതിയെന്തോന്നു ആ ഡോക്യുമെന്റിലേക്ക് നോക്കണ? മദർസ് നെയിം ഈസ് ഡോക്ടർ ഓൺ ഡ്യൂട്ടി മെഡിക്കൽ. മദറിന്റെ പേരെന്ത് കാണിക്കുന്നില്ലേ? അതിനകത്തുണ്ട്, നോക്കാം. ടെംപ്ലേറ്റ് ലാബ്, ഡോക്ടർ ഓൺ ഡ്യൂട്ടി, കൗലത്ത്. കൗലത്ത് തന്നെ. അത് ആരെന്ന് തന്നെ അള്ളാഹ്ക്കറിയാം. അലറലോട് അലറൽ ഒരു 6 വട്ടം ഫാസ്റ്റ് പറ. എന്താ പറയാലോ. താങ്ക് യു ഫോർ 0% അത്ര. ദിസ് ഈസ് ഈസി ബ്രോ, ഈസി. 6 വട്ടം ഈസി ആയിട്ട് പറഞ്ഞില്ലേ. അലറലോടലൽ. അതരടാ. സാർ പെട്ടെന്നാക്കണം സാർ. എഴുതി കൂട്ടണ്ടേ? ബേം അതിന് നാളെ പറഞ്ഞ വേണ്ട. ഞാനിത് ഇതിന്റെ ലൂപ്പ് ഹോളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ലൂപ്പാക്കരുത് സാറേ, ലൂപ്പാക്കരുത്. ലൂപ്പല്ല, ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അത് നമുക്ക് ചെയ്യണം. സാർ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ആക്കണേ. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കുറവാ, 3 ഉള്ളൂ സാറേ. പോരെ സാറേ ഒരു ഇനിയും ആൾക്കാര് തന്ത ആണെന്ന് പറഞ്ഞു വന്നാലോ, ഫേമസ് ആയി കഴിഞ്ഞാ?
തന്ത പോലും ഫേക്ക് തന്ത പോലും ഫോളോ ആക്കിയിട്ടില്ല ഇൻസ്റ്റാഗ്രാം. എന്താ മകൻ വളർന്നത് ചിലപ്പോ അറിയണ്ടാവില്ലായിരിക്കും. സാറേ ഇല്ലീഗൽ ഗാർഡിയൻ, ഇല്ലീഗൽ അല്ല, ലീഗൽ ഗാർഡിയൻ മദാര ഉച്ചിഹ യെസ് സാർ. 2002 ജനിച്ച് 2008 ഫെബ്രുവരി 2 ജനിച്ച ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് സാറിന്റെ കയ്യിലുണ്ട്? ഇല്ല. സാറിന് കിട്ടിയ ഫേക്ക് ഡോക്യുമെന്റില് കലന്തൻ ഹാജി ഫാദറും കൗലത്ത് മദറും ആണെന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ 22 2008 ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് ഡോക്യുമെന്റ് മെഡിക്കൽ ഓഫീസറും ഡോക്ടർ ജാംജിങ്ങും ഡ്യൂട്ടി ഡോക്ടർ ജാംജിങ് തന്നിട്ടുണ്ട്. അതന്നെ. അപ്പൊ അതിനകത്തുള്ള സത്യാവസ്ഥ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ എന്റെ പിതൃത്വം തെറ്റായ രീതിയിൽ കൈവശമാക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാറിന് ഇവിടത്തെ ഉള്ള XSPD എക്സലാൻഡ് സ്റ്റേറ്റ് പോലീസിന് ഡിസംബർ 31 2025 രാവിലെ 9 മണി രാവിലെ 9 മണിയാ ആയില്ലേ? പുലർച്ചെ 1:30 പരാതി. 31 1:30 പോലീസ് മുഖാന്തരം പരാതി. ഓക്കെ, ഞാൻ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. പരാതി നമ്പർ 411. I-411 എന്ന് പറഞ്ഞ ഞാനത് മെസ്സേജ് ഇടാം, അത് വെച്ച് അന്വേഷിച്ച് നമ്മൾ കണ്ടെത്താം. മതിയടാ, കളിയാക്കലടാ. സാർ എന്നെ രക്ഷപ്പെടുത്തിയ ആളല്ലേ? സാറിന് വല്ലാതെ പിന്നെ ആർക്കാ റെസ്പെക്ട് തരാ? സാർ എന്നെ രക്ഷപ്പെടുത്തിയല്ലേ? റെസ്പെക്ട് യൂണിഫോമിനോട് എല്ലാരോടും കാണിച്ചാ മതി. ഇങ്ങോട്ട് റെസ്പെക്ട് തരുന്നവർക്കേ അങ്ങോട്ട് റെസ്പെക്ട് ഉള്ളല്ലോ സാറേ. റെസ്പെക്ട് ഗീവ് റെസ്പെക്ട് അല്ലേ? അതന്നെ സാറേ. ഈ പുറത്തൊരാളുണ്ട്, അയാളങ്ങ് ജയിലിട്ടാണ് സാറേ. ഓന്താ മറ്റേ ഫോക്സ് മറ്റേ ഹണ്ടിങ്ങില് അങ്ങനത്തെ എന്തോ ചെയ്യുന്ന അവന്റെ ബിസിനസ് പറഞ്ഞേ. ഇല്ലീഗൽ എന്തോ അങ്ങനെ എന്തോ വെക്കുന്ന സാറേ. അതാ ഓനെന്നെ ഈ ചങ്ങായി. എന്താണ് സഹായമുള്ള ചോദിച്ചേക്കണേ? ഹെൽപ്പ് മണി. കൺസോൾ ബസ്റ്റ് അഗൈൻ, നീഡ് മണി ടു ഫിക്സ്. സാർ അവന്റെ തൊണ്ട പോയിരിക്കും, അതിനുള്ള സംഭാവനകൾ ചെയ്യാനുള്ള വന്നേ പൊട്ടൻ. സാറേ സാറേ അതൊക്കെ തീർത്തില്ലേ? അതൊക്കെ പ്രശ്നങ്ങൾ തീരും, ഇന്ന് തീരും അല്ലേ ഡോമിറ്റോ സാറേ? അത്രേ ഉള്ളൂ സാറേ. പോയിട്ട് വരുന്നേ. താങ്ക് യു. കൺസോൾ എന്താ? എന്നാ കൊടുത്തേക്ക്, ഒരു 100 രൂപ കൊടുത്തേക്ക് സാറേ. പിച്ചായി. കൺസോള് പൊട്ടിപ്പോയോ സാർ? നിർത്ത്. സാർ നിർത്ത്. കോപ്പി കാറ്റ് സ്പൈഡർ എടുത്തോന്ന് 4 തൂക്കിനൊക്കെ കോപ്പി കാറ്റ് പോറാ പല്ല പണിക്കും സാർ. എന്റെ കോപ്പിയാ സാർ ഇത്. പൈസ തരാം. എന്തോ നടത്തോള, ഇതൊക്കെ രസല്ല. ബ്രോ എന്താ ഇവിടെ ചെയ്യുന്നേ? ബ്രോ അതന്നെ ഓന്റെ പണി. ചുമ്മാ നിക്കുന്നു. രണ്ടാളൊപ്പം വ്യത്യാസമില്ലല്ലോ. പോയിട്ട് വരുന്ന സാർ. ഓക്കെ അപ്പൊ അത് പറയണം. ഓൻ പൈസ ഉണ്ടാക്കാൻ വന്നേ. എല്ലാവർക്കും അതിന്റെ ഓൻ അതിന് അതിതൊരു പണിയല്ലേ. പോയിട്ട് വരണേ. വെറുതെ എടാ ഗൊമ്മാലേ, നീ റീനെ 2 നമ്മ 10 വട്ടം നിർത്താതെ പറഞ്ഞു. നീതു റീന എടാ പോറാ. ഇതെനിക്കറിയാം.
നിന്നെ കാണും നേരം തൊട്ട് എൻ്റെ ഉള്ളം തേടിപ്പായും അലകങ്ങൾ അലകങ്ങൾ പോരെ യാകെല്ലാം എൻ്റെ കടംപൊട്ട്. ലൈക്ക് ഗൈസ്, റോഡ് ടു 1K അത്രേ ഉള്ളൂ. ബ്രോ ഇങ്ങോട്ട് വാ, ബ്രോ ഇങ്ങോട്ട് വാ പെട്ടെന്നാ. ബ്രോ ബ്രോ മൂഞ്ചല്ലോ, ബ്രോ വട്ടത്തി മൂഞ്ചല്ലോ. ബട്ടത്തി മൂഞ്ചി കേട്ടാ. ഞാൻ പോലീസ് പുല്ലിസീനെ ഓറല് എന്റെ ഒറിജിനൽ ഇതൊക്കെ ഉണ്ട്. എന്റെ ഒറിജിനൽ സംഭവങ്ങളൊക്കെ വേണ്ടി ഉണ്ട്. മനസ്സിലായ? പോലീസുകാർക്ക് ഞാൻ കൊടുത്തിക്കണ് എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റും എന്റെ ഫോട്ടോ അടക്കം. എന്ത് കേസ് കൊടുത്തില്ല ഒരു മാസം മുമ്പ് എന്നെ കാണാനില്ലായിരുന്നു. അത് കാര്യമില്ല. ആൾക്കാരില് എന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം ഓറലുണ്ട്. മനസ്സിലായ? ഭയങ്കര പണിയാ. കടലോളം എടാ നെക്കി പിടിക്കല്ലേ ബാപ്പറ, ഞാൻ വല്ലതും വിളിച്ചു പറയേ. കടലും കാത്തു വെച്ചതെല്ലാം നിന്റെ കടുങ്കാറ്റ് ഇരയുന്നു കാട് ലാലെല്ലാം നിന്റെ കടം. എന്തേ മാട്രിമോണി എന്തേ? സേവേജ് ആഡ് ആക്കിയ പേരായില്ലേ? സേവേജ് ബ്രോ ഒന്ന് ഹെൽമെറ്റ് വരോ ബ്രോ? താടി വെച്ചത് ബ്രോ വെയിറ്റ് ആക്കും. ബ്രോ ഒന്ന് ഹെൽമെറ്റ് വരോ ബ്രോ? ഹെൽമെറ്റ് ആ ബ്രോ ഒന്ന് ഹെൽമെറ്റ് വരോ? ഹെൽമെറ്റ് നീ അവന്റെ ഫോട്ടോ എടുത്തിട്ട് മൊട്ടത്തല്ലേ? പക്ഷേ ഞാൻ വിചാരിച്ചു ബ്രോയാ യെല്ലോ പേജിലുള്ള ആരാ ഗേൾ ഫ്രണ്ട് നോക്കാൻ. നിങ്ങൾ തന്നെ? ഓ അതാരാ? പെണ്ണാരാ? ഓ നിങ്ങളെ മാട്രിമോണി തുടങ്ങിയ? നമ്മള് നോക്കിപ്പോ ഇവിടെ എല്ലാ നമ്മുടെ പിള്ളേരുടെ പ്രായമുള്ളവരൊക്കെ പെണ്ണില്ല നടക്കുന്നു. ഹലോ നിങ്ങള് സിംഗിൾ അല്ലേ? അല്ല സിംഗിൾ അല്ല, കമ്മിറ്റഡ് ആണ്. ഇതെന്താ ഇത്? ആര് വിളിക്കും നമ്മൾ? ഷുഗർ എന്താ ഇങ്ങനെ ആയിപ്പോയേ? റൂമൊന്നും കിട്ടിയില്ല. ഇതെന്താ ടീച്ചറിന്റെ ക്യാമസാ? കൊമ്പൻ വിത്തോട്ട് ഫിഫ്ത്തിലേക്ക് അമ്മായി പിടിച്ചു വയ്ക്കാൻ. കടലോളം നിന്റെ കാത്തു വെച്ചതെല്ലാം നിന്റെ കടുങ്കാ. എൻ്റെ ഒരു ഫോട്ടോ എടുക്കും പോറാ. നീ ആരി എൻ്റെ ഫോട്ടോ എടുക്കാൻ? എനിക്ക് നാണം ഉണ്ടറാ എൻ്റെ ഇത് മറ്റേ സ്പൈഡർ ഇട്ട് നടക്കാൻ. എസ് കാന്നില്ലറാ കോപ്പി കാറ്റ്. ഞാൻ മറ്റേ ഇന്നലെ അക്കുന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കണ്ണാടി വിട്ട്, അക്കുന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പാൻറ് വിട്ട് പോറാ. ഒന്നും അറിയാത്ത പൊട്ടൻ കോപ്പി കാറ്റ്. സ്വന്തം എന്തെങ്കിലും ഐഡന്റിറ്റി ജീവിക്കറാ മോണ്ണെ. ഇടിക്കുന്ന ഇടിക്കുന്നറാ നീ മിച്ചിരിനെ. ഓടറാ ഓട് 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 ഓട്. നീ ഇന്ന് ചത്തിട്ടേ നിന്നെ വിടുന്നുള്ളൂ. ഓടി ഓടി
ശരിയോട് കളിക്കുന്ന ബാറാ പോടച്ചാ കണ്ട ഇത്രയേ ഉള്ളൂ മുച്ചിരി നോപ്പിക്കാൻ ആരായിട്ട് പോറാന്നാ ലൈവ് നിർത്തിയാലാ